ഹലോ, ഇന്ന് നല്ലൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മിനീസ് അടുക്കള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാപ്പാടുള്ള ഒരു റിസോർട്ടാണ് കാണുന്നത്. കാപ്പാട് ഹിസ്റ്റോറിക്കലായിട്ട് ഫേമസ് ആണല്ലോ. നമ്മളുടെ വാസ്കോ ഡ ഗാമ ഇവിടെയാണ് കപ്പലിറങ്ങിയതാണ് പറയപ്പെടുന്നത്. അവിടുത്തെ ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഗേൾസ് സ്കൂളിൻ്റെ ഗെറ്റ് ടുഗദർ ഈ പ്രാവശ്യം നടത്തിയത്. ഗെറ്റ് ടുഗദറിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും എത്തുന്നതേ ഉള്ളൂ, കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. കുറച്ച് പേര് നേരത്തെ എത്തി. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ബലൂണൊക്കെ വെച്ച് കളിയായിരുന്നു. വെറും 10ാം ക്ലാസ്സിലെ കുട്ടികളായി അന്ന് ആ സമയത്ത് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചു. നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾക്ക് വേണ്ടി നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഇങ്ങനെ കിട്ടുന്നത് വലിയ സന്തോഷം തന്നെയാണ്. എപ്പോഴും നമ്മൾ ഫാമിലിക്ക് വേണ്ടി മാത്രമാണല്ലോ നമ്മളുടെ ജീവിതം. ഞങ്ങളൊരു 10 മണിക്ക് തുടങ്ങി 4 മണി വരെ പ്രോഗ്രാമുണ്ട്. ഇപ്പോൾ ഈ കസേരയൊക്കെ കാര്യമായിട്ട് ഇരിക്കുകയാണ്. കുറച്ച് സമയത്ത് ഇത് ഫുള്ള് നിറഞ്ഞ് നമുക്ക് പ്രോഗ്രാം കൂടി കാണാം. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളുടെ പ്രോഗ്രാം ആരംഭിച്ചു. പല വഴിയിൽ പോയെങ്കിലും ഇന്ന് വീണ്ടും നമ്മുടെ ആ ജ്വലിക്കുന്ന ഓർമ്മകൾ, നമ്മെ നാമാക്കുന്ന ഓർമ്മകൾ, നമ്മളെ കുട്ടിത്തം വീണ്ടും നമ്മിലേക്ക് തിരിച്ചു പിടിക്കുന്ന ഓർമ്മകൾ, ഇതാ ഇന്നിവിടെ നമ്മൾ അയവിറക്കുകയാണ്. ഒരേ മനസ്സോടെ, ഒരേ താളത്തോടെ, ഒരേ സന്തോഷത്തോടെ നമുക്ക് ഒത്തുചേരാം. ആദ്യം തന്നെ നിലവിളക്ക് കൊളുത്തിയ ഉദ്ഘാടനമായിരുന്നു. നമ്മുടെ 10 ബാച്ചിലെ ഓരോരോ ആൾക്കാർ ചേർന്നിട്ടാണ് വിളക്ക് കൊളുത്തിയത്. അങ്ങനെ ഫസ്റ്റ് തന്നെ നിലവിളക്ക് കൊളുത്തി നമ്മൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പേര് അതാണ്, ഒന്നാണ് നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളതാണ്. പിന്നെ എല്ലാ വർഷത്തെയും പോലെ നമ്മളൊരു പരിപാടി നടത്തണമെങ്കിൽ മുൻകൈ എടുക്കുക പുരുഷന്മാരാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഗേൾസ് സ്കൂളിൽ പഠിച്ചതായതുകൊണ്ട് എല്ലാം പെൺകുട്ടികളാണ്. എന്നിട്ട് നമ്മളൊരു പരിപാടി, എല്ലാവർക്കും അറിയാം, ഒരു പരിപാടി തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ആദ്യം മുതൽ ചെയ്യണം എന്നുള്ളത് അതെല്ലാം നമ്മൾ പെൺകുട്ടികൾ തന്നെ, അങ്ങനെ തന്നെ പറയാം പെൺകുട്ടികൾ. കേക്ക് കട്ടിംഗ് ആയിരുന്നു. വളണ്ടിയേഴ്സ് ചേർന്നാണ് കേക്ക് കട്ടിയത്. ഇവരാണ് നമ്മളുടെ ഈ ഗെറ്റ് ടുഗദറിന് മുൻകൈ എടുത്ത് എല്ലാ പ്രവർത്തനവും ചെയ്യുന്നത്. അത് കാരണം ഞങ്ങൾക്ക് എല്ലാ വർഷവും ഒന്ന് ഒത്തുകൂടാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊരു ബിഗ് താങ്ക്സ് ഞാൻ പറയുന്നു. പിന്നെ എല്ലാ വർഷവും പുതിയ അംഗങ്ങൾ എത്താറുണ്ട്. അവരെല്ലാം പഠിച്ച വർഷവും ക്ലാസ്സും എല്ലാം നമ്മളെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. 79 ബാച്ച് ലതിക, 76 തങ്കമണി. പിന്നെ ഒരു ഗ്രൂപ്പ് മ്യൂസിക് കളിക്കാം. കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരമുറിഞ്ഞു മനസ്സിലിറയ മണം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. മ്യൂസിക് എല്ലാം കഴിഞ്ഞ ശേഷം ഒരു കുസൃതി ചോദ്യം. ആരും യാത്ര ചെയ്യാത്ത ബസ്. കുസൃതി ചോദ്യത്തിന് ആൻസർ പറഞ്ഞപ്പം തന്നെ പ്രൈസും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഫുഡ് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യാം. ജഡ്ജസ് മാർക്കിട്ട് അതിന് പ്രൈസ് നിശ്ചയിക്കും. 11 മണിയാകുമ്പോഴത്തേക്ക് ഒരു ടീ ബ്രേക്ക് ആയിരുന്നു. അതിന് നമുക്ക് പഴംപൊരിയും ഈ കട്ട് ചെയ്ത കേക്കിൻ്റെ ബാക്കിയുമായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ചായയുടെ പലഹാരങ്ങൾ. ടീ ബ്രേക്ക് കഴിഞ്ഞ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവരെയും ഞാൻ ക്യാമറയിൽ പകർത്തി, ഒരാളും കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല, എന്നെ കാണിച്ചില്ല എന്നുള്ള. പ്രോഗ്രാമൊക്കെ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാവരെയും ക്യാമറയിൽ പകർത്താൻ പറ്റില്ല. അപ്പോൾ ഈ സമയം എല്ലാവരെയും പോയി കണ്ട് ക്യാമറയിൽ പകർത്തി ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തു. കൊണ്ടുപോകൂ ഞങ്ങളെല്ലാം മാറ്റുവട്ടിൽ മാറ്റു
മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളുടെ മാറ്റുവട്ടി ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ കോമഡി ഡാൻസ് കാണാം നമുക്ക്. നെടുവീർപ്പുകൾക്ക് കാതോർക്കണം പുന്നാരമക്കൾ തെരുവില്ലുപേക്ഷിച്ച നെടുവീർപ്പുകൾക്ക് കാലോർക്കണം. നടന്നുപോയി. പിന്നെ കൊണ്ടോണം മുത്തച്ഛൻ പറഞ്ഞു. മുത്തച്ഛന്റെ വിറകിൻ കൊള്ളു പോലെയുള്ള കൈത്തണ്ടമേൽ തലോടിക്കൊണ്ട് തങ്കം പറഞ്ഞു, എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല. गणायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि. നമ്മൾ ശരിക്കും ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് എണീറ്റെന്ന് പറയാൻ പറ്റുമോ? ഇതിൽ ഫെയിലിയർ ഇല്ലെങ്കിൽ വിജയമില്ല. ഫെയിലിയർ നമുക്കെപ്പോഴും ഫെയിലിയർ വന്നാൽ എന്താ ചിന്തിക്കേണ്ടത്? നമ്മളൊരു തിരിഞ്ഞു നോട്ടത്തിന് സമയമായെന്നോ ആരുടെ മനസ്സിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. യെസ് യെസ് യെസ്. അനിയത്തിമാരെ, കൂട്ടുകാരികളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങൾ എന്ന് പറയാൻ കുറേയുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചത് എനിക്ക് ജോലി കിട്ടി, അപ്പോയിൻമെൻറ്റ് ഓർഡർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടാണ്. ഗിഫ്റ്റ് പാസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് ഞാൻ കിട്ടിയാൽ അതിൻ്റെ അകത്ത് എന്താ എഴുതിയതെന്ന് വായിക്കും. അതുപോലെ ചെയ്യണം. ചിലർക്ക് പ്രൈസ് ഉണ്ടാവും, ചിലർക്ക് വെറുതെ ആക്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ജ്യോതി 78 ചുവടും അതിലൊത്തൊരു പാട്ടും ചതുപ്പിൽ നിന്നും തവണകൾ സംഭവമലരുകൾ പിരിഞ്ഞു വീണ്ടും പിരിഞ്ഞു വീണ്ടും. കുറച്ച് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാം. എന്തെല്ലാം ഫുഡാണ് നമ്മൾക്ക് ഉള്ളതെന്ന് കാണാം. ഫുഡ് എല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും പ്രോഗ്രാം ആരംഭിച്ചു. എൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഫുഡിന് ശേഷമായിരുന്നു. ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയി.
നിന്നുടെ നെഞ്ചിൽ നിറയെ കാതരമെന്നെ പറയൂ നിന്നിലെന്നു നിന്നുടെ നെഞ്ചിൽ നിറയെ കാതരമെന്നെ പറയൂ നിന്നിലെന്നു നാദാപുരം പള്ളിയിലെ ചന്ദനക്കൂടത്തിന് ോരമ്മയ്ക്ക് കൂരയിൽ നീ ഒരു കൂട്ടാണ് ആരാന്റെ കല്ലിന്മേൽ ത്യാഗിയഴിയും അങ്ങനെ കണ്ണെഴുതി ആയിരത്തായി ചാത്തി അരപ്പുരവാതിൽ ഞാൻ കാത്തിരുന്നു. ഇടനെഞ്ചിൻ താളമോടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് ഫോട്ടോസ് കാണാം. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു, പാട്ട് വെച്ച്. അതും നമുക്ക് കാണാം. ആദ്യം ഫോട്ടോസ് എല്ലാം കണ്ട ശേഷം നമുക്ക് ഞങ്ങളുടെ കൊട്ടിക്കലാശം ഡാൻസിലേക്ക് പോകാം. ഒരു ബമ്പർ പ്രൈസ് ഉണ്ടായിരുന്നു, അത് കിട്ടിയത് ഗായത്രിക്കായിരുന്നു. ഗായത്രി അത് സഹനയ്ക്ക് കൊടുത്ത ഒരു ഗ്യാസ് സ്റ്റൗ ആയിരുന്നു. അത് ബമ്പർ പ്രൈസായ ഗ്യാസ് സ്റ്റൗ എനിക്ക് കിട്ടിയാൽ ഞാൻ അത് സഹനയ്ക്ക് കൊടുക്കുമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അത് സഹനയ്ക്ക് കൊടുത്തു. പിന്നെ കുറച്ച് നേരം തമ്പോല കളിച്ചിരുന്നു ഞങ്ങളെല്ലാവരും ചേർന്ന്. പിന്നെ ഒരു കുട്ടിക്കാലം എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. ഇനിയും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ എല്ലാ വർഷവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട്. അടുത്ത വർഷവും നല്ലൊരു ഗെറ്റ് ടുഗദർ പ്രതീക്ഷിച്ച് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. കാപ്പാട് വെച്ചായിരുന്നു പ്രോഗ്രാമെങ്കിലും നമുക്ക് കടപ്പുറത്തൊന്നും പോയി ഫോട്ടോ എടുക്കാനുള്ള അവസരമൊന്നും അധികം കിട്ടിയില്ല. ടൈം ഉണ്ടായിരുന്നില്ല പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ട്. വൈകുന്നേരം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂട്ടി ഒന്ന് കടപ്പുറത്ത് പോയി കുറച്ച് സമയം ഒന്ന് കടലിൽ കളിച്ചു.
സ്കൂൾ ഗെറ്റ് ടുഗദർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, വീണ്ടും കാണാം.